ചായക്കണമേ, എനിക്ക് ഉത്തരമറിയണമേ. ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. സങ്കീർത്തനം 86:1. കേരളത്തിൽ ജീവിക്കുന്ന കവിയും സാമൂഹ്യ പരിഷ്കർത്താവും സംഗീതജ്ഞനുമായിരുന്നു മോശവത്സലം ശാസ്ത്രിയാർ. മോസസ് അന്തോണി നാടാർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. സംഗീതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അപാരമായ അറിവാണ് അദ്ദേഹത്തിന് ശാസ്ത്രിയാർ എന്ന വിശേഷണം നേടിക്കൊടുത്തത്. ക്രൈസ്തവ ഗാനശാഖയിൽ കർണാടക സംഗീതത്തിലെ രാഗങ്ങൾ അനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ആദ്യമായി അവതരിപ്പിച്ചത് മോശവത്സലം ശാസ്ത്രിയാറായിരുന്നു. ഇന്ന് നാം ആരാധനകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന മലയാള കീർത്തനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ശാസ്ത്രിയാരുടെ അധികമാരും കേട്ടിട്ടില്ലാത്ത കാമ്പോജി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനം ഞങ്ങളിവിടെ ആരംഭിക്കുന്നു. തിരിച്ചറിയിച്ചായിരിക്കണമേ, ദരിദ്രനാമൻ കരച്ചിലും നീ കേട്ടിടേണമേ. തിരിച്ചറിയിച്ചായിരിക്കണമേ,
അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുട്ടുകൾ മടക്കാം. ആരാധനക്രമം 9-ാം പുറം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റി ചിന്തിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളുടെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടെ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങൾ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചനം നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങളങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യാം.